ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റൻ ആൻസർ സെഷനിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഭാഗമാണ്. അതിനായി വേദപുസ്തകം അത് എഴുതപ്പെട്ട അർത്ഥത്തിൽ തന്നെ ഗ്രഹിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമായ ഘടകവുമാണ്. ഇപ്രകാരം സത്യവേദ പുസ്തകം വായിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തകം അത് എഴുതപ്പെട്ട അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ആത്മാർത്ഥമായി ഉദ്ദേശിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ദീർഘനാളുകളായി ഉണ്ടായിരുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ മറുപടി തരുവാൻ കർത്താവിൽ പ്രസിദ്ധനും വേദ അധ്യാപകനും ഹീബ്രു ബൈബിൾ സ്കോളറുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ ഇന്നും നമ്മുടെ മധ്യത്തിലുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം ലേവ്യ പുസ്തകം 16-ാം അധ്യായം 8-ാം വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് ചോദ്യം: Aaron shall cast lots for the two goats, one lot for the Lord and the other lot for the scapegoat. മലയാളത്തിൽ, പിന്നെ അഹരോൻ യഹോവയ്ക്കെന്ന് ഒരു ചീട്ടും അസസേലിന് എന്ന് മറ്റൊരു ചീട്ടും ഇങ്ങനെ 2 കോലാട്ടുകൊറ്റിനും ചീട്ടിടണം. മലയാള ഭാഷാ ബൈബിളിൽ ആ ബലിയാടിന്, സ്കേപ്പ് ഗോട്ടിന് അസസേൽ എന്ന് പറഞ്ഞിരിക്കുന്നു. അസസേൽ ആരാണ്? നല്ല ചോദ്യമാണ്. മറുപടി അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മറുപടി ആരംഭിക്കുന്നതിന് മുമ്പ് ചോദ്യകർത്താവിന് ഒരു വലിയ സല്യൂട്ട്. അദ്ദേഹം ആ ചോദ്യം ചോദിച്ചുകൊണ്ടല്ലേ നമുക്കിത് മറുപടി പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഇതിന്റെ മറുപടി അറിയാൻ കഴിയാത്ത എത്രയോ പേർക്ക് അത് പ്രയോജനമാകും അല്ലേ. നമുക്കപ്പോൾ അതിലേക്ക് വരാം. ഒന്ന്, ദ ഹോൾ കോണ്ടെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ പലപ്പോഴും വൺ വേർഡ് ആൻസറുകൾ കൊടുക്കാറില്ലല്ലോ. ഫുൾ എക്സ്പ്ലനേഷൻ അല്ലേ കൊടുക്കുന്നത്. കാരണം വെച്ചാൽ നമ്മള് ഈ ഉത്തരം കേട്ട ഒരാള്, നമ്മുടെ ആഗ്രഹം അവർ നമ്മളെപ്പോലെ ഇത് പോയി പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യണമെന്നാണ്. ഈ Q&Aയിൽ വന്നു ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ അയാള് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തനാകുക. അങ്ങനെ പറഞ്ഞ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഇവിടെ പറ്റത്തില്ലല്ലോ, നമ്മൾ സിസ്റ്റമാറ്റിക് സ്റ്റഡിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. കഴിയുന്നത്തോളം ഫുൾ ഡീറ്റെയിൽസ്, ഫുൾ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. യഹൂദന്മാർക്ക് മഹാപാപ പരിഹാര പെരുന്നാൾ എന്നുള്ളത് ഇപ്പോഴത്തെ കലണ്ടർ അനുസരിച്ച് ആദ്യത്തെ ഇയർ ബിഗിനിങ്ങും പഴയ കലണ്ടർ അനുസരിച്ച് ഇയർ എൻഡുമാണ്. മഹാപാപ പരിഹാര പെരുന്നാൾ. ഒരു വർഷത്തെ പാപം മുഴുവൻ ദൈവം പരിഹരിക്കുകയാണ് അവർക്ക്. അപ്പൊ അവരതിന് 10 ദിവസത്തെ ഉത്സവമാണ്. ഇതിൽ 9 ദിവസം അവര് ഉപവാസമാണ്. കണ്ണുനീരും കരച്ചിലും ഏറ്റുപറച്ചിലും കൺഫെഷനും ഓർമ്മ വീഴുന്ന പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ ദൈവത്തോട് കരയാണ്. അപ്പം ഈ ദിവസങ്ങളെല്ലാം യാഗം നടക്കുന്നുണ്ട്. ഒടുവില് ഈ മഹാപാപപരിഹാര ദിവസം 500 യാഗങ്ങൾ നടത്തണം. അതിൽ പ്രത്യേകിച്ച് മഹാപുരോഹിതൻ തനിക്കും തൻ്റെ കുടുംബത്തിനും പൗരോഹിത്യത്തിനും വേണ്ടി ഉള്ള പാപയാഗത്തിന് ഒരു കാളയെ ഇറക്കണം. അതിനുള്ള കാശ് പുള്ള സ്വന്തം പോക്കറ്റ് നിർത്തണം കാളയെ മേടിക്കാനുള്ളത്. അല്ല വൻഡോന്റെ കാശ് മേടിച്ച് പറ്റത്തില്ല. പിന്നെ യാഗപീഠത്തിന്, ആലയത്തിന്, പ്രാകാരത്തിന്, ഉപകരണങ്ങൾക്ക് ഇതിനെല്ലാം യാഗമുണ്ട്. ഇങ്ങനെ കഴിച്ച് ലാസ്റ്റിൽ വന്നിട്ട് തീരാറാകുമ്പോഴത്തേക്ക് തമ്മിൽ കണ്ടാൽ തിരിച്ചറിയാൻ അത്ര സാമ്യമുള്ള 2 കോലാട്ടുകൊറ്റന്മാരെ കൊണ്ടുവരും. ഇത് ഏതൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇതിനെ കൊണ്ടുവന്നിട്ട് അതിനെ ഈ യെരുശലേം ദേവാലയത്തിന്റെ കിഴക്കേ വാതിൽക്കൽ കെട്ടും. എന്നിട്ട് ഒരു പൊൻപാത്രത്തിൽ, ഒരു പൊൻ കുടവെന്ന് പറയും, ഏണെന്ന് പറയും, അത് കുറെ കൂടെ ശരി, കലശനകത്ത് ഈ 2 ചുവപ്പ് നാട കെട്ടിയിട്ടിരിക്കും. ചുവപ്പ് നാടയാ. നമുക്ക്
ടാഗ് എന്ന് പറയാം, അല്ലെ സ്കാർഫ് എന്ന് പറയാം, ചുവപ്പ് നാട. ഫോർ അതിലൊരു ഐഡന്റിഫിക്കേഷൻ. അതിലൊരെണ്ണത്തിനകത്ത് യഹോവയ്ക്ക് എന്നാണ്, മറ്റേതിൽ എഴുതിയിരിക്കുന്ന അസസേൽ നിന്നാണ്. അപ്പൊ ഈ രണ്ട് ഇതിനകത്ത് ഇട്ടിരിക്കുക. ഒരു ലേവ്യൻ, ഒരു പുരോഹിതൻ വന്നിട്ട് ഇതിനകത്ത് കൈയിട്ടിട്ട് ഇത് രണ്ടും എടുക്കും. യഹോവയ്ക്ക് എന്നുള്ളത് വായിച്ചിട്ട് അത് ഒരാടിന്റെ കഴുത്തെ കെട്ടും. അത് യഹോവയ്ക്കുള്ളതാണ്. ഇനിയും അസസേൽ നിന്നുള്ള എഴുത്ത് മറ്റേ ആടിന്റെ കൊമ്പേ കെട്ടും. ഇനിയും ഈ യഹോവയ്ക്ക് എന്ന് പറഞ്ഞ ആടിനെ പുരോഹിതൻ വന്നിട്ട് അതിൻ്റെ മേൽ കൈവയ്ക്കണം. ഈ കൈവെക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ പാട്ടെടുത്തുള്ളൂ, പാസ്റ്റ് കൈവെക്കത്തില്ല. അങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നിർഭാഗ്യവശാൽ പരിഭാഷ നമുക്ക് വന്നിരിക്കുന്നത്. അങ്ങനല്ല. സമാക്ക് എന്നാണ്. സമാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മളൊരു കോഴിക്കുഞ്ഞിനെ പിടിച്ച് ഞെക്കുക എന്നിരിക്കട്ടെ. കോഴിക്കുഞ്ഞിനെ പിടിച്ച് ഞെക്കിയാൽ ആ കോഴിക്കുഞ്ഞിന് എന്താ സംഭവിക്കുന്നത്? അസ്ഥിയെല്ലാം ഒടിഞ്ഞ് പറഞ്ഞ് നാശമാകത്തില്ലേ? അതുപോലെ പുരോഹിതനികൾ വന്നിട്ട് ഇതിനെ അങ്ങോട്ട് രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്യാൻ തുടങ്ങും. പ്രശ്നം പറഞ്ഞാൽ പ്രാണവേദനയിൽ പെടുന്ന ഒരനുഭവമാണ്. ഞെരിക്കുക. കറക്റ്റ്. മാം ബാംഗ്ലൂരിലാണ് കറക്റ്റ്. എന്നെയൊക്കെ നല്ല മലയാളം പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ഇത് രണ്ടും കർത്താവ് കേട്ടോ, ഈ രണ്ട് ആടും കർത്താവിനെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഗത്സമനായിൽ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടത്തിന്റെ സിംബലാണ്. കാര്യം മനുഷ്യാശിയുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ തൻ്റെ ശരീരത്തിൽ വന്നതും ഫാദർ ഐ ആം ക്രഷ്ഡ് എന്ന് പറഞ്ഞ കഥയാണ്. അതിവേദനയിലായി. ഹീബ്രുവിന് സമാക്ക് എന്ന് പറയുന്നത് സമാക്ക് ഇതായി പ്രക്രിയ. അതിനുശേഷം ഈ ആടിന്റെ കഴുത്ത് സ്ലിറ്റ് ചെയ്യും. സ്ലിറ്റ് ചോര മുഴുവൻ ഒരു ബേസിനെ പിടിക്കും. അപ്പൊ ഇത് പ്രാകാരത്തിലാണ് നിൽക്കുന്നത്. പ്രാകാരം വേൾഡ് അല്ലെ, ലോകത്തിന്റെ ചെമ്പല. ഈ പ്രാകാരത്തിൽ കൂടെ അത് വിശുദ്ധ സ്ഥലത്ത് കയറിയിട്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോവുക. ഈ ആടിന്റെ ചോര അവിടെ തളിച്ച് ആ ഒരു വർഷത്തെ പാപപരിഹാരം നേടുന്നതിന് വേണ്ടി പോകുമ്പോ എന്നറിയാമോ, യഹോവയ്ക്ക് എന്ന് പറഞ്ഞ ആടിനെയും കൊണ്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ഇതേ സമയത്ത് ഈ അസസേലിന് എന്ന് പറഞ്ഞ ആടുണ്ടല്ലോ, അതിന്റെ കൊമ്പയിലല്ലേ കെട്ടിയിരിക്കുന്നത്, അതിനെ ജനത്തിന്റെ മുമ്പിൽ ജനത്തിന് പുറം തിരിഞ്ഞു നിൽക്കും. മുഖം തിരിഞ്ഞല്ല, പുറം തിരിഞ്ഞു നിൽക്കും. അതിന്റെ കൊമ്പയിൽ ഈ ചുമന്ന ചരട് കെട്ടിയിരിക്കുക. യെരൂശലേമിൽ പുരോഹിതൻ രക്തം അർപ്പിക്കുക. ഇതിനാണ് ആരാധന എന്ന് പറയുന്നത്. ഈ സമയത്ത് ജനം കംപ്ലീറ്റ് ദൈവസന്നിധിയിൽ വീണ് കിടക്കുക. ഒരക്ഷരം വാ തുറക്കത്തില്ല. വീണ് തുറക്കും. അവരിങ്ങനെ നോക്കും. എവിടെ? അസസേലിന്റെ ആടിന്റെ കൊമ്പയിൽ നോക്കും. എന്തിനാ അസസേലിന്റെ ആടിന്റെ കൊമ്പയിൽ നോക്കുന്നത്? അതിലെന്താ സംഭവിക്കുന്ന അറിയാൻ. അപ്പം ജനത്തിന്റെ പാപപരിഹാരത്തിനായി രക്തം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസസേൽ എന്ന് എഴുതിയ ആ ചുമന്ന നാട് അതിന്റെ കളർ മാറി വെരി പ്യുവർ വൈറ്റായി മാറും. ആ പ്യുവർ വൈറ്റായി മാറുമ്പോൾ ജനം മനസ്സിലാക്കിക്കോണം അവരുടെ പാപം മുഴുവൻ ദൈവം ക്ഷമിച്ചു തന്നെന്ന്. എവിഡൻസ് യെശയ്യാ പ്രവചനത്തിൽ പറയുകയാണ്, നിങ്ങളുടെ പാപം രക്താംബരം പോലെ കടുംചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിച്ചു തരാം. അങ്ങനെ പറയാൻ കാര്യം ദൈവം ഈ പരിപാടി ഒരു കാലത്ത് നിർത്തി. പിന്നെ ഇവന്മാരെ കൊണ്ട് മടുത്തിട്ട് ഇനി അതിനുശേഷം അസസേൽ എന്ന ആടിൻ്റെ, അപ്പം ഇത് വൈറ്റ് ആയല്ലോ.
ഇതിനെ ഒരാളുടെ കയ്യിൽ കൊടുത്തയക്കും. ഇയാള് 1000 മുഴം നടക്കുമ്പോൾ അവിടെ സ്റ്റേഷനുണ്ട്, അവിടെ വേറെ ആൾ നിൽപ്പുണ്ട്. അയാളുടെ ഈ ആളിനെ കൊടുക്കും. കൊടുത്തിട്ട് ഇയാൾ അവിടെ കുളിച്ച് വസ്ത്രം അലക്കി അവിടെ ഇരിക്കും, വേറെ വസ്ത്രം ധരിച്ച്. ഈ പുള്ളി 1000 മുഴം നടന്നിട്ട് വേറൊരാളെ കൊടുക്കും, അവിടെ ആൾട്ടിരിപ്പുണ്ട്. അങ്ങനെ ഫാർദസ്റ്റ് എൻഡ് ഓഫ് ദ ഡെസേർട്ട് വരെ ഇവർ സ്റ്റേഷൻസ് ഫിക്സ് ചെയ്തിരിക്കുക. ഇതവിടെ പോയി. മരുഭൂമിയിൽ അതിനെ വിട്ടേക്കണമെന്ന പ്രമാണം, കാട്ടുമൃഗങ്ങൾ കടിച്ചത് തന്നെ. പക്ഷെ ഒരിക്കൽ ഇങ്ങനെ വിട്ട ഒരാടിക്ക് തിരിച്ചു പോന്നു. എന്തൊരു കഷ്ടമാ, തൂക്കിക്കൊന്നിന് എഴുന്നേറ്റ് പോയ മതി. അതിനുശേഷം ഇവര് വലിയൊരു പാറയുടെ മണ്ടയ്ക്ക് എന്നിട്ട് ഈ ആടിനെ താഴോട്ട് തള്ളിയിടും. അത് തട്ടി 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 താഴെ ചെന്ന് ചത്ത് തകർന്ന് മനസ്സിലാകുമ്പോൾ അവിടുന്ന് അയാള് എന്ത് ചെയ്യും? ഈ തന്നെ ആട് ഏൽപ്പിച്ചിട്ട് അയാളുടെ അടുത്ത് ചെല്ലും. ചെന്നിട്ട് വസ്ത്രം അലക്കി കുളിച്ചുത്തനായോട്ടിരിക്കും. ഈ ആള് ആ വിവരം അടുത്ത ആളിനോട് പറയും. എന്താ അവര് പറയുന്നത്? നിവൃത്തിയായി. ഇങ്ങനെ പറഞ്ഞ് യെരുശലേം ദേവാലയത്തിൽ ന്യൂസ് എത്തി. ഏത് ന്യൂസ് എത്തി? നിവൃത്തിയായി എന്ന ന്യൂസ് എത്തി. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട ക്രൂശിക്കപ്പെട്ട കർത്താവാണ്. കേട്ടോണേ, മഹാപുരോഹിതൻ ആണ്ടുതോറും രക്തം വിശുദ്ധ മന്ദിരത്തിൽ കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. വാക്കിന്റെ അർത്ഥം ഒന്ന്, കൈവിടപ്പെട്ടത്. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ്, എല്ലാവരും നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കൈവിട്ടു അല്ലേ. 2, മാറ്റിവെക്കപ്പെട്ടത്. മനുഷ്യൻ പാപം ചെയ്ത അന്ന് ദൈവപുത്രൻ പരമയാഗത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടു. 3-ാമത്തെ അർത്ഥം കോൺസെക്രേറ്റഡ്, വിശുദ്ധീകരിക്കപ്പെട്ടത്. ദൈവം വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ച് ഭൂമിയിലേക്ക് അയച്ച ആളാണ് തൻ്റെ പുത്രൻ. ദൈവം നീതീകരിച്ചതാണ് തൻ്റെ പുത്രനെ. 4-ാമത്തെ അർത്ഥം സാത്താന് കൊടുത്തത്. ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചു കളഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ദുഷ്ടന്റെ ഹിതം മുഴുവൻ നിർത്തിക്കുന്നതിന് വേണ്ടി, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാര യാഗമായി തീർന്നതിന് വേണ്ടി. ഇതാണ് അസസ്സേലിന്റെ ആടെന്ന് പറയുന്നത്. I think this answer must be absolutely clear. It's a complete answer. Yeah. To be honest, ഞാനും ഇത് ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള ഒരു എക്സ്പ്ലനേഷൻ കേൾക്കുന്നത്. ഞാനിത് പറയുമ്പോഴൊക്കെ ആള് പറയാറുണ്ട്, സാറിനോട് ഇതാര് പറഞ്ഞത്? എന്റെ മറുപടി ഇതിനോട്, ഞാൻ ബൈബിള് പഠിച്ചു, നിങ്ങൾ ബൈബിള് പഠിച്ചിട്ടില്ല. നിങ്ങൾ വെസ്റ്റേൺ തിയോളജി പഠിക്കാൻ പോയി, ഞാൻ മര്യാദയ്ക്ക് വേദപുസ്തകം പഠിച്ചു. അത്രയുള്ള വ്യത്യാസമുണ്ട്. താങ്ക് യു വെരി മച്ച് സർ. വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ആയിരുന്നു. താങ്ക് യു. അടുത്ത ചോദ്യം, മോശ കനാൻ ദേശത്ത് പ്രവേശിപ്പാൻ ദൈവം അനുവദിച്ചില്ല. എന്തുകൊണ്ട് ദൈവം മോശെ അനുവദിച്ചിട്ടും ആ ദേശത്ത് പ്രവേശിപ്പാൻ അനുവദിച്ചില്ല? മെരിബ വെള്ളത്തിങ്കൽ മോശ ചെയ്ത പാപം എന്താണ്? ഇത് വളരെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ നമ്മൾ മറുപടി പറയേണ്ടതാണ്. കാരണം ആശയക്കുഴപ്പം പെട്ടെന്ന് ആളുടെ മനസ്സിലുണ്ടാകാവുന്നതാണ്. എന്നെ എന്നും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുള്ള ഒരു ചോദ്യമാണത്. മറുപടി അനുദപിച്ചില്ലയോ? ക്ഷമ പറഞ്ഞില്ലേ? കരഞ്ഞു ചോദിച്ചില്ലയോ? അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് കാണാനെങ്കിലും അനുവദിക്കണമെന്ന്.
ദൈവവും നമുക്കും മധ്യത്തിൽ ഒരു മധ്യസ്ഥനുണ്ട്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു അല്ലാതെ ഒരു മധ്യസ്ഥനും ഇല്ല എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ വേറൊരു മധ്യസ്ഥനുണ്ട്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് അത് ബാബുജോന്റെ ദുരുപദേശമാണെന്ന് പറയാം. അത് പറഞ്ഞോട്ടെ, ഞാൻ ഒത്തിരി കേട്ടതില്ലേ. ദൈവത്തിന്റെ വചനമാണ്. വചനത്തിൽ കൂടെയാണ് നമ്മളുടെ ഇന്ററാക്ഷൻ, ഞാനും ദൈവവും തമ്മിൽ. ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോഴേ ദൈവത്തിന് എന്നോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതർ ദാൻ ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്, നോ. ഞാൻ പാപിയ, ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന വചനപ്രകാരമാണ്. വചനത്തിൽ പറഞ്ഞിട്ടുള്ള പാപി ക്ഷമിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ? ആണല്ലോ. അവിടെ മുതൽ എല്ലാറ്റിനും പ്രമാണമുണ്ട്. ഇവിടെ ഇരുന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാനും പ്രമാണമുണ്ട്. പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിരിക്കണമെന്ന് വ്യക്തമായ പ്രമാണമുണ്ട്. ഇല്ലാതെ എനിക്ക് തോന്നുന്ന പോലൊന്നും പറയാനൊക്കത്തില്ല, നടക്കത്തില്ല. ആ പ്രമാണത്തിൽ നമ്മൾ തെറ്റ് വരുത്തിയാൽ, if we made serious mistake on that word of God or the doctrine or instructions, ദൈവത്തിന് നീ ചെയ്ത പാപം നിന്നോട് ക്ഷമിക്കാൻ കഴിയും. God can forgive you the sin. പക്ഷെങ്കിൽ കോൺസിക്വൻസസ് അവോയ്ഡ് ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ, മോമിന്റെ മകൻ ഒരു തെറ്റ് ചെയ്തു. നമുക്ക് സിമ്പിൾ പറയാം. കുഞ്ഞാ കടയിൽ പോയപ്പം അവനിഷ്ടമുള്ള സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട്, കടക്കാരൻ കാണാൻ അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുവന്നു. തെറ്റാണല്ലേ? ഈ മമ്മി എനിക്കത് മോഷ്ടിച്ച് നിങ്ങൾക്ക് സങ്കടം തോന്നുന്നു. അത് സാരമില്ല, മോൻ എന്നോട് തുറന്നു പറഞ്ഞു, മമ്മി ക്ഷമിച്ചിരിക്കുന്നു. മമ്മി ക്ഷമിച്ചുകൊണ്ട് കാര്യമായോ? അവിടെ കൊണ്ട് തിരിച്ചു കൊടുക്കണ്ടായോ? അല്ലേ? തിരിച്ചു കൊടുക്കണം. അപ്പോഴും നമ്മുടെ മോനാ. നമ്മുടെ മോനാ. പക്ഷെങ്കിൽ അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് തിരിച്ചു കൊടുക്കുന്നുള്ളതാണ്. അല്ല, ക്ഷമ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ദൈവം തെറ്റിന് പരിഹാരമില്ലാതെ വിട്ടാൽ, ദൈവം, ഗോഡ് ഈസ് നോട്ട് എ റൈച്ചസ് ഗോഡ്. ദൈവത്തിന്റെ റൈച്ചസ്നെസ് ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ദൈവത്തിന്റെ റൈച്ചസ്നെസ് ചോദ്യം കിട്ടിയ പിന്നെ ദൈവം അല്ല. ദൈവത്തെ ദൈവമാക്കി നിർത്തുന്ന ഒന്നാമത്തെ ഫാക്ട് ഗോഡ്സ് റൈച്ചസ്നെസ് ആണ്, ദൈവത്തിന്റെ നീതി. അല്ലേ? മോശ, നീ ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തു. കാരണം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ എല്ലാ ദൈവദാസനും എല്ലാ കാലത്തും മനസ്സിലാക്കേണ്ട കാര്യം, you should be guided by the bidding of the Holy Spirit, not by human emotions. മാനുഷികമായ ഇമോഷൻസിനാൽ നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആകരുത്. ഒരിക്കലും. ഇൻഫ്ലുവൻസ്ഡ് ആയാൽ നിങ്ങൾ തെറ്റ് ചെയ്തു. അത് അനുദപിച്ചില്ലെങ്കിൽ നീ നിത്യനരകത്തിൽ പോകും. അനുദപിച്ചാൽ ദൈവം ആ നരകവിധി ഒഴിവാക്കി തരും. പക്ഷെങ്കിൽ ദൈവത്തിന്റെ പ്ലാൻസിന് ദൈവം വേറൊരാളെ എടുക്കേണ്ടി വരും. ശൗലിനെ ദൈവം രാജാവാക്കുന്നത് അവന്റെ രാജസ്ഥാനം ഉറപ്പിക്കുന്നതിനാണ്. പക്ഷെ അവൻ അവിടെ ഇരുന്ന് പാപം ചെയ്തുകൊണ്ട് ദൈവം അവന്റെ രാജസ്ഥാനം നീക്കി കളഞ്ഞു. ഒരു ദാവീദിനെ കണ്ടുപിടിക്കേണ്ടി വന്നു. മോശ അതിനെപ്പറ്റി ആവർത്തന പുസ്തകത്തിലാണ് പറയുന്നത്, യു put me in pressure. In that stress, I did what I should not have done. I said what I should not have said. ഞാൻ പറയാൻ പാടില്ലാത്ത പറഞ്ഞു, ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു.
എന്തുകൊണ്ട്? മോശ സ്ട്രെസ്ഫുൾ ആയിപ്പോയി. ഉം. നമ്മളിപ്പം നമ്മളിപ്പം നമ്മുടെ ഭാഗത്തേക്ക് വരാം. ഉം. നമ്മൾ ചെയ്യുന്ന വലിയൊരു ആത്മീയ ശുശ്രൂഷയാണ്. ഉം. നമ്മൾ കൺവെൻഷൻ പ്രസംഗിക്കുകയും പ്രവചിക്കുകയൊന്നും അല്ല, രോഗശാന്തി ശുശ്രൂഷ ഒന്നും അല്ലെങ്കിലും ഉം. ഭയങ്കര ആത്മീയ ശുശ്രൂഷയാണ്. ഉം. ആത്മീയ ശുശ്രൂഷയോട് ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോട് ഇടപെടുന്ന ആത്മീയ സംവാദങ്ങളുണ്ട്, സംവേദനങ്ങളുണ്ടായിരിക്കും. ഉം. ഉം. പരിശുദ്ധാത്മാവിനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഉം. പരിശുദ്ധാത്മാവിന്റെ ബിഡിങ്സിനനുസരിച്ച് എനിക്ക് മറുപടി പറയാൻ അർഹതയുള്ളൂ. ഉം. ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ എൻ്റെ ഹ്യൂമൻ നോളജ് എന്ന് പറയുന്ന ആ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ വൃക്ഷത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ഉം. സംസാരിക്കുകയോ ഉം. അൺയൂഷ്വലി അല്ലെ യൂസ്ലെസ്ലി ഇമോഷണൽ ആകുകയോ ചെയ്താൽ ഉം. that's a great disgrace to the ministry of God. ഉം. Great disgrace to the ministry of God. എൻ്റെ ജ്യേഷ്ഠൻ സിവിൽ സർവീസിലിരുന്ന ആളാണ്, ഗവൺമെൻറ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയല്ല, പേഴ്സണൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുണ്ട്. അയാളൊരു ട്രിവാൻഡ്രത്ത് ഒരു ലോക്കലായ ഒരു മനുഷ്യൻ, വീട്ടിലെ ഡ്രൈവറാണ്. ഇവർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പം ഒരു ചെറിയ സ്പീഡിൽ പോകേണ്ട ഒരു വഴിയുണ്ട്, അവിടെ വെച്ചിട്ടുണ്ടെ ഇവനോട് ശത്രുതയുള്ള ആരോ ഇവനെ കണ്ടു. അവരിവനെ ഏതാണ്ട് പറഞ്ഞു. ഇവൻ വണ്ടി നിർത്തിയിട്ട് അവരെ ചീത്ത പറഞ്ഞു. ജ്യേഷ്ഠൻ അപ്പം അവനോട് പറഞ്ഞു, വണ്ടി ഓഫ് ചെയ്ത് താക്കോൽ തരാൻ പറഞ്ഞു. വണ്ടി ഓഫ് ചെയ്ത് താക്കോൽ തരാൻ പറഞ്ഞു. ഗെറ്റ് ഔട്ട്, വീട്ടിൽ വന്ന് ശമ്പളം ബാക്കി മേടിച്ചോണം, മേലാൽ എൻ്റെ വണ്ടി ഓടിക്കാൻ വന്നേക്കരുതെന്ന് പറഞ്ഞു. ആളെല്ലാം കൂടി അവർ നോക്കിയപ്പോൾ എൻ്റെ ജ്യേഷ്ഠനെ കണ്ടു. അദ്ദേഹത്തെ അറിയാം, ബിക്കോസ് ഹി ഈസ് ടോപ്പ് സിവിൽ സർവൻ്റ് ആണ്, ഗവൺമെൻറ് സെക്രട്ടറിയാണ്. സെക്രട്ടറി മീൻസ് സെക്കൻഡ് ഓൺലി ടു ദി മിനിസ്റ്ററാണ്. സാർ, ഇങ്ങനെയൊക്കെ ഉള്ളവന് സാർ എങ്ങനെ പേഴ്സണൽ ഡ്രൈവറായിട്ട് വെക്കുന്നത്? അവൻ ചെയ്ത തെറ്റ്, ഒരു സിവിൽ സർവീസിലെ ടോപ്പ് ഉദ്യോഗസ്ഥനായ ഒരാളിൻ്റെ വണ്ടി ഓടിക്കുകയും അതേസമയം അവൻ ഇമോഷണലായിട്ട് പറയാൻ പാടില്ലാത്ത വാക്ക് ആ വണ്ടിക്കകത്ത് നിന്ന് പറയുകയും ചെയ്തു. ഓക്കെ, അവൻ്റെ ശമ്പളം മുഴുവൻ തീർത്തു കൊടുത്തു. ഇനി പണിക്ക് നീക്കണ്ടെന്ന് പറഞ്ഞു. സകലത്തിൻ്റെയും സൃഷ്ടാവായ സ്വർഗസ്ഥനായ ദൈവം തൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടി താൻ ഭൂമിയിലാക്കിയിരിക്കുന്ന തൻ്റെ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ ആ ശുശ്രൂഷ നടുക്ക് ഇമോഷണലായാൽ പറയാൻ പാടില്ലാത്ത വാക്ക് പറയുകയും, ഞാൻ നിങ്ങൾക്ക് വെള്ളം തരും. ആശയാണ് വെള്ളം കൊടുക്കുന്നത്, ഇങ്ങോട്ട് മേടിച്ച് 2 കീറ് പാറയ്ക്കിട്ട്. ഞാൻ പറഞ്ഞു, എന്നെ ഫീസിനാണ്. എൻ്റെ ദാസനായ യോശുവയെ ധൈര്യപ്പെടുത്തിക്കും. യു വിൽ ഡു ദാറ്റ്. ഇനി അടുത്ത ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഭാഗം ഇവിടെ കൊണ്ട് നിർത്തിയാൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ദൈവമാണല്ലോ ഈ ദൈവം ചിന്തിച്ചു. കാരണം നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. ഈ മോശയോട് ഇങ്ങനെ കാണിച്ച് നമ്മളോട് എന്താ കാണിക്കുന്നത്? മോശയോട് ഇങ്ങനെയാണെങ്കിൽ നമ്മളോട് എങ്ങനെ? അപ്പൊ നമ്മൾ സംഭവത്തിന്റെ ബാക്കി പറയണം. ബാക്കി, മോശ നീ ആ വാഗ്ദത്തത്തിനാരില്ല, നീ കാലുകുത്തത്തില്ലെന്ന് പറഞ്ഞാൽ അന്നാരമാണ്. ഞാൻ 2 കാര്യം കൂടെ ഞാൻ പറയാൻ പോവാ. ഒരുപക്ഷെ ആളത് ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും. മോശയുടെ മിനിസ്ട്രി, നീ ജനത്തെ ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ ദേശത്ത് എത്തിക്കും. വാഗ്ദത്തം അത് മാറാൻ പറ്റത്തില്ല. കവനന്റെ നമ്മളെല്ലാം മാറാൻ പറ്റത്തില്ല. ദൈവം 2 കാര്യം ചെയ്തു.
ഒന്ന്, അതുവരെ മോശയുടെ മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്തേ ഒക്കത്തുള്ളൂ. ഉം. ശുശ്രൂഷ തുടർന്നേ ഒക്കത്തുള്ളൂ. ഉം. അത് ഈ മണ്ണിൽ മോശ അവസാനിച്ചാൽ ശുശ്രൂഷ തുടരത്തില്ല. കണ്ടിന്യൂ. ഉം. ഈ പോരാൻ പറഞ്ഞു അല്ലേ? ഭൂമിയിലെ കനാലിലല്ല, സ്വർഗീയ കനാലിൽ എത്തിച്ചു ദൈവം മോശയെ. ഉം. ശുശ്രൂഷ തുടരുക. ഉം. അടുത്ത ചോദ്യം, അത് ശരി, പക്ഷെ വാഗ്ദത്ത കനാലിൽ എത്തിയോ എന്ന് പറയണമെങ്കിൽ പുതിയ നിയമത്തിൽ വരണം. ഉം. ഇതാ മറുരൂപ മലയുടെ മണ്ടയ്ക്ക് ആരിയ്ക്കുന്നു? നമ്മുടെ മോശയും വാഴ്ത്തപ്പെട്ട ഏലിയാവും. കർത്താവ്. അപ്പുറത്ത് ആരിയ്ക്കുന്നു? മോശയും ഏലിയാവും. ശരി ഉം. അല്ലേ? അപ്പോൾ ഉം. ദൈവത്തിന്റെ പ്ലാൻസ് എപ്പോഴും ഗ്രേറ്ററാണ്. അതെ. നമ്മൾ തെറ്റ് ചെയ്തു, ദൈവത്തിന് നമുക്ക് അന്നേരം അടി തരാതിരിക്കാൻ, ബാലശിക്ഷ തരാതിരിക്കാൻ കഴിയത്തില്ല. ഉം. ഏത് ബാലശിക്ഷയും തൽക്കാലം. തൽക്കാലത്തേക്ക് വേദനയാണ്. ഉം. പക്ഷെ ബാലശിക്ഷ കൊണ്ട് ദൈവം നമ്മളെ പറ്റിയുള്ള പ്ലാൻസ് തീർക്കത്തില്ല. ഉം. കൃപ പെരുകുക. ഞാനിവിടെ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ തെറ്റുകൾക്കെല്ലാം ദൈവം എന്നെ തല്ലാൻ തുടങ്ങി അവിടെ കൊണ്ട് തീർത്തിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇരിക്കത്തില്ലായിരുന്നു. കൃപ പെരുകിയതാ ഞാനിവിടെ ഇരിക്കാൻ കാരണം. ഉം. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ദൈവത്തെ ആശ്രയിക്കാം, വിശ്വസിക്കാം? കൃപ പെരുകുക. അപ്പം മോശ വാഗ്ദത്ത നാട്ടിൽ എത്തിയില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഉം. തെറ്റ്. രണ്ട്, മോശയുടെ ശുശ്രൂഷയും തീർന്നില്ല. മോശയുടെ ശുശ്രൂഷയും തീർന്നില്ല. That's it. That is my answer. Okay. Okay. Thank you very much, sir. A very brilliant answer. അടുത്ത ചോദ്യം, ഉം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 9-ാം ഉം. വാക്യത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ഉം. വചനം ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കയാൽ ദൈവം അപ്പോസ്തലന്മാരായി ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. ചോദ്യം ഇതാണ്: ഇവിടെ ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കയാൽ എന്ന് എഴുതിയിരിക്കുന്നു. അത് എന്റെ ഒരു വിശദീകരണം എന്താണ്? എൻ്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ, അപ്പോസ്തലന്മാർ കിട്ടുന്ന ഏറ്റവും വലിയ പ്രിവിലേജ്, ദ ഗ്രേറ്റസ്റ്റ് പ്രിവിലേജ്, എ ഫെലോഷിപ്പ് ഇൻ ദ ഷെയറിംഗ് ഓഫ് ഹിസ് സഫറിംഗ്, എ ഫെലോഷിപ്പ് ഇൻ ദ ഷെയറിംഗ് ഓഫ് ജീസസ് സഫറിംഗ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകാൻ കഴിയുക. അവനിലിരിക്കണം, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം, അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. ക്രിസ്തു കഷ്ടം അനുഭവിച്ചതുപോലെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പം മാം ഒരു സാധാരണ വിശ്വാസിയാണ്. ഐ ഡോണ്ട് മീൻ യു. എനിക്ക് ദൈവം ഒരു ഹയർ ലെവൽ മിനിസ്ട്രി തന്നിട്ടുണ്ട്. ഹയർ മിനിസ്ട്രി തന്നിട്ടുള്ളതുകൊണ്ട് അതിന് ടാൻഡമൗണ്ടായ തുല്യമായ കഷ്ടതയും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതിന് തുല്യമായ കഷ്ടതയും വേദന ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ടോപ്പ് ടു ടോപ്പ് ദൈവം എനിക്ക് വേദന തന്നിട്ടുണ്ട്. അത് കടിച്ചമർത്തിക്കൊണ്ടാണ് ഈ വേല ചെയ്യുന്നത് പലപ്പോഴും. അപ്പം ചില വേദനയുടെ സമയത്ത് മനുഷ്യരായ നമ്മളൊരു ചോദ്യം ഉണ്ടാകും: ഈ അപ്പോസ്തലന്മാരെ ഞങ്ങളാണല്ലോ ഏറ്റവും താഴെ കിടക്കുന്ന മരണവിധിക്ക് വേണ്ടി മാറ്റി നിൽക്കപ്പെട്ടവർ. ഞങ്ങളെ കാണുന്ന രണ്ട് കൂട്ടരുണ്ട്, ഒന്ന് മനുഷ്യരും മറ്റേ ദൂതന്മാരും. നോക്കണം, ഫിലിപ്പി പട്ടണത്തിന്റെ നടുവിലൂടെ ഉടുതുണി വലിച്ചു പറിച്ചിട്ട് രണ്ടുപേര് സൈഡിൽ നിന്ന് അടിച്ചോണ്ട്, ചാട്ടുവാറുണ്ട് അടിച്ചോണ്ട് വലിച്ചുകൊണ്ട് പോകുന്ന അപ്പോസ്തലനെ പൗലോസിനെ കാണുന്ന നാട്ടുകാരെന്താ പറയേണ്ടത്? അല്ലേ? കൂത്തുകാഴ്ച ആണല്ലോ. പേപ്പട്ടി എറിഞ്ഞു കൊല്ലും പോലെ എറിഞ്ഞു കൊന്ന് ഓടയ്ക്കകത്തിടുമ്പം
നാട്ടുകാർ ലുസ്ത്ര ചോദിച്ചു, നാട്ടുകാർ എന്താ കണ്ടത്? കൂത്തുകാഴ്ചയാണ്. ഈ സംഭവം ദൂതൻ റിപ്പോർട്ട് ചെയ്യൽ എന്തോ റിപ്പോർട്ട് ചെയ്യുന്നത്? അതെ ദൂതന്മാർ റിപ്പോർട്ട് ചെയ്ത് നോക്കത്തില്ലല്ലേ? അതെ അതെ. ആ റിപ്പോർട്ട് ചെയ്യുന്നവർ എന്താ റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഉം. അതാണ്ട് അങ്ങയുടെ ദാസൻ കൂത്തുകാഴ്ചയായിട്ട് കിടക്കുക. ഉം. ഇത് ഞങ്ങളുടെ പ്രിവിലേജാണ്. ഉം. അവകാശം. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് വരം തന്നിരിക്കുക. മനുഷ്യനെ നോക്കിയാലും ദൂതന്മാരെ നോക്കിയാലും ഞങ്ങൾ ആരാ? കൂത്തുകാഴ്ചയാ. ഞങ്ങൾക്കൊരു പ്രിവിലേജും ഇല്ല ലോകത്ത് ക്ലെയിം ചെയ്യാൻ, അല്ലേ? നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് പീലാത്തോസിന് മുൻപ് ഇന്നും പറഞ്ഞു, ഉം. ഐ ഹാവ് നോ റൈറ്റ് ഓൺ ദ പ്ലാനറ്റ് എർത്ത്. ഉം. ഐ ഹാവ് നോ റൈറ്റ് ഓൺ ദ പ്ലാനറ്റ് എർത്ത്. ഉം. ഈ ഭൂമിയിൽ എനിക്ക് ഒരു റൈറ്റും ഇല്ല, അതർ ദാൻ വാട്ട് മൈ ഹെവൻലി ഫാദർ ഹാസ് പ്രൊവൈഡഡ് മീ വിത്ത്. എൻ്റെ സ്വർഗീയ പിതാവ് എനിക്ക് അനുഭവിക്കാൻ അന്നന്നതക്കുള്ള കഷ്ടം, അതേപോലെ അന്നന്നതക്കുള്ള കഷ്ടം. രണ്ടേ രണ്ട് ഓഫറേ അപ്പോസ്തലന്മാരുടെ മുമ്പിലുള്ളൂ. ഒന്നൊരു കുരിശ്, അത് അവനെ കൊല്ലാനാണ്. മറ്റൊന്ന് കഷ്ടത, മുഖം ജീവകാലം മുഴുവൻ ഭരിക്കാനാ, അല്ലേ? ഈ മുഖം ഭരിച്ചുകൊണ്ട് വന്ന് യെരുശലേമിൻ നടുവിലൂടെ കുരിശുമരം ചുമന്ന് കാൽവറിയിൽ നടന്നുപോയവനെന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ലൈനുണ്ട്. ഈ കർത്താവ് ആരായിരുന്നു? കൂത്തുകാഴ്ചയായിരുന്നു. സംശയമുണ്ടോ? ഇതാ കുരിശ കിടക്കുക, ഉം. നീ മറ്റുള്ളവരെ രക്ഷിച്ചില്ല, തന്നെത്താനെ രക്ഷിച്ച് ഇറങ്ങി വന്ന്. കൂത്തുകാഴ്ചയല്ലയോ? ആയിരുന്നു. ഇങ്ങനെ കൂത്തുകാഴ്ച ആകാൻ ഭാഗ്യം ലഭിച്ചവരുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ വളരെ രോഗിയായി കിടക്കുന്ന സമയത്ത്, എൻ്റെ ഫസ്റ്റ് സീരിയസ് ഹോസ്പിറ്റലൈസേഷൻ സമയത്ത്, ചില മെഡിക്കൽ സ്റ്റാഫ് എന്നെ ട്രീറ്റ് ചെയ്യാൻ ഡിക്ലൈൻ ചെയ്തു. അവർ പറഞ്ഞു, ഹി സേസ് ഹീസ് എ പാസ്റ്റർ. ഇയാൾ പാസ്റ്റാന്നാ പറയുന്നത്. ഇയാളെ പാസ്റ്റാണെങ്കിൽ ദൈവം ഇയാളെ രക്ഷിക്കണ്ടേ? ഇയാള് പാസ്റ്റാണെങ്കിൽ ദൈവം ഇയാളെ രക്ഷിക്കണ്ടായോ? ദൈവം പോലും ഇയാളെ രക്ഷിക്കുന്നില്ല. ഞങ്ങൾ ഇയാൾക്ക് മരുന്ന് കൊടുക്കാനും ചാപ്പാട് കൊടുക്കാനും കുളിപ്പിക്കാനും പോകേണ്ട കാര്യം എന്താ? ഇപ്പം ലണ്ടനിലൊക്കെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിനെ ഡിക്ലൈൻ ചെയ്യാനുള്ള ഫ്രീഡം ഒരു മെഡിക്കൽ സ്റ്റാഫിനുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ടു ബി വിത്ത് ദാറ്റ് പേഷ്യൻ്റ്. വേറൊരാൾക്ക് പോവാം, ഫ്രീഡം ഉണ്ട്. അപ്പോൾ അവരെന്നെ എങ്ങനെ കണ്ടത്? കൂത്തുകാഴ്ച കണ്ടു കിടക്കുന്നു അല്ലേ? അവർ വന്ന് തുണി മാറ്റി കുളിപ്പിച്ച്, ബെഡിലിട്ട് കുളിപ്പിച്ച്, വേറെ തുണി ഉടുപ്പിച്ച് പുതപ്പിച്ച് ആഹാരം ട്യൂബിൽ കൂടെ തന്നാൽ അകത്ത് പോകുന്ന ഒരു സമയത്ത് ഞാൻ ആരാ? കൂത്തുകാഴ്ചയാ. കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ പാടി, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാസം എനിക്കായി കരുതിയിട്ടുണ്ട്. That's my experience. കൂത്തുകാഴ്ചയാ. അങ്ങനെ അത് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ഈ അപ്പോസ്തോലിക ശുശ്രൂഷ ഉള്ളൂ. അത് പൗലോസ് വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് അവിടെ. മനുഷ്യരെയും ദൂതന്മാരുടെ മുമ്പിൽ ഞങ്ങൾ കൂത്തുകാഴ്ചയാ. യെസ്, that's it. That's my answer from my life. Okay, let's come to the next. Thank you very much, sir. അടുത്ത ചോദ്യം, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ യേശു കർത്താവ് പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. 2 പുരുഷന്മാർ അവനോട് സംസാരിച്ചു, മോശയും ഏലിയാവും തന്നെ. ചോദ്യം ഇതാണ്, ശിഷ്യന്മാർ ആ പുരുഷന്മാർ മോശയും ഏലിയാവും എന്ന് എങ്ങനെ മനസ്സിലാക്കി? ശിഷ്യന്മാർ
അവരെ മുമ്പേ ഉം, കണ്ടിട്ടില്ലല്ലോ? ഉം. ഇതാണ് ഓക്കെ, ചോദ്യം. അതൊരു വലിയ ചോദ്യമല്ല. കാരണം ഉം, കാരണം ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു. ഇപ്പം ഞാനിപ്പം ഡോക്ടർ മമ്പാടി യുസേ ഉം, എന്ന് ഡോക്ടർമാരോടും ബാബു സാർ അതിനെ പറ്റി മറുപടി എന്നോടും ചോദിക്കുമ്പം കാക്കുന്നതാണ് അണ്ട് ഇയാൾ ബാബു സാറാണ്, ഉം, മറ്റേ ഡോക്ടർ മാവാണ് ഉം. എന്ന് മനസ്സിലായില്ലയോ? എൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, മോഹൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. മോശ ഏലിയാവും തമ്മിൽ സംസാരിക്കുന്നു. ഉം, No Moses, what do you say about it? ഉം, Oh, thank you, Elijah. That was a good answer. Now, Elijah, what do you say about it? ഉം, രണ്ടുപേരും സംസാരിക്കുകയല്ലേ? ഉം. ഇവർ പാതി മയക്കത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഉം. ഇനി എന്താ അതിനകത്ത് കൂടുതൽ എവിഡൻസ് വേണം? ഒരാൾ മോശയാന്ന് മറ്റേയാൾ ഏലിയാന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും തെളിവ് വേണം? ഒരാൾ മോശയാണ് മറ്റേയാൾ ഏലിയാവെന്ന് മനസ്സിലാക്കാൻ ഇതിക്കുള്ള എന്തെങ്കിലും തെളിവ് വേണം? അവർ തമ്മിൽ സംസാരിക്കുകയല്ലേ? അന്യോന്യം അർത്ഥം ചെയ്യുന്നില്ലേ? കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലായി. കോൺവെർസേഷൻ മനസ്സിലായി. അത്തരം മനസ്സിലാക്കാൻ നമ്മൾ ഈ കോമൺ സെൻസും സാധനത്തിനെ ഒന്ന് ഉപയോഗിക്കണ്ടേ? That is the answer. It's a very, very simple answer. Okay. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുന്ന ഈ സെഷനില്, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പക്ഷേ അത് ഇതല്ലാരും ചോദ്യം, ആൻസർ ഇതാണ്. അപ്പോൾ നമുക്ക് അത് തന്നെ വീണ്ടും പറയാം, വീണ്ടും പറയാം. ഇപ്പം ഞാൻ ഈ വരും ദിവസങ്ങളിൽ കാണും മരിക്കുക എന്നിരിക്കട്ടെ. അപ്പം അത്രയും അക്യൂട്ടായ ഒരു ശരീരാവസ്ഥയിൽ കടന്നു പോകുന്ന ആളായതുകൊണ്ട് ഞാൻ എപ്പോഴും അത് പ്രതീക്ഷിച്ചായിരിക്കുന്നത്. അപ്പൊ ഈ മരിക്കുന്നതിന് മുൻപ്, ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടുന്നതിന് മുമ്പ് എൻ്റെ ആത്മാവിനെ ദൂതന്മാർ വന്ന് ഇവിടുന്ന് കൊണ്ടുപോകും ദൈവസന്നിധിയിൽ എന്ന് നമുക്ക് പറയാവുന്ന പറുദീസയിൽ വിശ്രമ സ്ഥലത്ത് എത്തിക്കും. അതെവിടെ ഈ പറുദീസയിൽ വിശ്രമ സ്ഥലം ഓരോരുത്തർക്കും അറിയത്തില്ല. പിന്നെ ലോകം ഒരിക്കലും എന്നെ കാണത്തില്ല. വേണം ഞാനാന്ന് പറഞ്ഞിട്ട് ചില ശാശുക്കൾ ഇറങ്ങും, അത് വേറെ, ഞാനല്ല. കർത്താവിൻ്റെ പരസ്യവരവ് വരെ അങ്ങനെ വരും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സഭയെ ചേർക്കാൻ മധ്യാവസ്ഥ വരുന്ന കാര്യമല്ല. അപ്പോഴും എന്നെ ആരും കാണുന്നില്ല. കർത്താവിൻ്റെ പരസ്യവരവിൻ്റെ അന്ന് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അതിനോടകം ഈ ചാനലിലൊക്കെ എന്നെ കണ്ടിട്ടുള്ള ആൾക്കാർ, എടോ നമ്മൾക്ക് ആ ചാനലിൽ അന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ഇയാളില്ലയോ, എന്നാ ഭംഗിയായാലും ഇപ്പൊ കാണാൻ, പണ്ട് എന്തോ ബോറായത് ഇതുപോലെ ഇവിടുന്ന് കിട്ടി എന്ന് നമ്മൾ ചിന്തിക്കുമായിരുന്നു. എന്തോ ഭംഗിയായാലും ഇപ്പൊ കാണാൻ. അപ്പൊ അതുവരെ നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. നമ്മൾ മരിച്ച നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അതല്ല വേറെ ഒരർത്ഥവും ഇതിലില്ല, കേട്ടോണം. വേറെ ഒരർത്ഥവും ഇതിന് കൊടുക്കുകയും ചെയ്തേക്കരുത്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം കർത്താവിനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. We will also appear with him in glory. That's the meaning of it. താങ്ക് യു വെരി മച്ച് സർ. ഈ സെഷൻ പ്രേക്ഷകർക്ക് വളരെ അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ വേദപുസ്തക സംബന്ധമായ ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമന്റ് ബോക്സിലോ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.